ഹലോ, അസ്സലാമലൈക്കും. അങ്ങനെ പെരുന്നാളും കഴിഞ്ഞു. നാട്ടിലും എല്ലാവരും റാഹത്തായി പെരുന്നാളെല്ലാം ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെയും അൽഹംദുലില്ലാ എല്ലാം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. ഇങ്ങനെ പെരുന്നാൾ കഴിഞ്ഞിട്ടായിരുന്നു ഇവിടെ പിന്നെ ഹസ്സിന് എന്താ പറയുക പനിയും തൊണ്ടവേദനയും അങ്ങനെയെല്ലാമായിട്ട് എല്ലാവരും ഇപ്പോൾ ഇവിടെ സൈഡായിട്ടുള്ളത്. പിന്നെ ഇതിപ്പോൾ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, അതിൻ്റെ തലേന്നത്തെ രാത്രിയും പിന്നെ പിറ്റേന്നുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. ഇതിപ്പം തലേന്ന് രാത്രി കേട്ടോ. തലേന്ന് നോമ്പുറയെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് നോമ്പുണ്ടായിരുന്നല്ലോ, അങ്ങനെ നോമ്പുറയും പിന്നെ രാത്രി ഡിന്നറും എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ എന്താ പറയുക ഷോപ്പിങ്ങൊന്നുമല്ല, കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ലാസ്റ്റ് എന്തെങ്കിലുമെല്ലാം വാങ്ങിക്കാനുണ്ടാവുമല്ലോ, അങ്ങനെ ഒന്ന് പുറത്തിറങ്ങി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി പിന്നെ ജ്യൂസെല്ലാം കുടിച്ച് അപ്പം അങ്ങനത്തെ കുറച്ച് തിരക്കും കാര്യമെല്ലാം ആയിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തുമ്പോൾ നല്ലോണം ലേറ്റ് ആയിനേനും. പിന്നെ അന്ന് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് നട്ടപ്പാതിരാക്ക് പിന്നെ മൈലാഞ്ചിയിലിട്ട് പിന്നെ ഇത് സുബഹിയെല്ലാം എന്താ പറയുക ബാങ്ക് കൊടുത്തു എണീച്ച് നിസ്കരിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു കോഫി കുടിച്ച് പിന്നെ നമ്മൾ ഡ്രസ്സെല്ലാം ഒന്ന് മാറ്റി എന്താ പറയുക പെരുന്നാളിൻ്റെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ വേറൊരു ഫ്രണ്ട് രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓനും കോഫിയെല്ലാം കൊടുത്ത് പിന്നെ പുറത്തിറങ്ങി പള്ളിയിൽ പോയി നിസ്കരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നേനും. അങ്ങനെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലെത്തി പിന്നെ കുറച്ച് കിടക്കാമെന്ന് വിചാരിക്കും. പക്ഷെ എന്തായാലും സമയം കിട്ടില്ല. പിന്നെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരും, ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ കുറേ ഗസ്റ്റെല്ലാം വന്നു. പിന്നെ ഉച്ചക്ക് ചോറെല്ലാം റെഡിയാക്കി വേഗം അത് ഉച്ചക്കേക്ക് തന്നെ ചോറെല്ലാം വേറെ റെഡിയാക്കി വെച്ചിരിക്കാനും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആൾക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക്സ് റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ബ്രസീലിയൻ ലെമണേഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ നാരങ്ങയും ഐസ് ക്യൂബും വെള്ളമെല്ലാം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം അത് വീണ്ടും തിരിച്ചൊന്ന് ആ മിക്സി കഴുകിയിട്ട് അതിലേക്ക് തന്നെ ഒഴിക്കുക. എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി അടിച്ച് അങ്ങനെ നമ്മുടെ ലെമണേഡ് റെഡി ആയിട്ടുണ്ട്. അത് പിന്നെ പെട്ടെന്ന് തന്നെ കഴിക്കണം കേട്ടോ. കുറേ നേരം വെക്കുമ്പോൾ പിന്നെ എന്താ പറയുക കയ്പ്പ് വരും. അങ്ങനെ പിന്നെ വരുന്നാക്കെല്ലാം അതെല്ലാം കൊടുത്ത് അപ്പോൾ നല്ല ചൂടുമാണ് ഇടാം. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇനി എന്താ പറയുക ലഞ്ചിന് ഗസ്റ്റെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരുക്കമെല്ലാമാണ്. പിന്നെ കുറച്ച് നേരം ഒന്ന് എന്താ പറയുക ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആളുകളോ വന്ന് വർത്താനെല്ലാം പറഞ്ഞ് പിന്നെ ഇത് ലഞ്ചിൻ്റെ ടൈമായി. ബിരിയാണിയെല്ലാം റെഡിയായി. ഇനിയെല്ലാം ഒന്ന് സെർവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും മത്സ്യമായിരുന്നു ഇന്നത്തെ എന്താ പറയുക ലഞ്ച് പെരുന്നാളിൻ്റെ. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് അവരെ കുടിക്കാനും വർത്താനം പറയാനെല്ലാം കഴിഞ്ഞ് എല്ലാവരും ലഞ്ച് കഴിക്കാനിരുന്ന്. കുറേ സ്വീറ്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആരെല്ലാം. പിന്നെ വൈകിട്ടായപ്പോൾ എൻ്റെ എന്താ പറയുക മരുമക്കളും പിന്നെ സിസ്റ്ററും മക്കളും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം കുറേ വർത്തമാനം പറഞ്ഞ് എന്താ പറയുക എല്ലാവർക്കും പിന്നെ പുറത്തിറങ്ങാനും നല്ല മടിയായിരുന്നു, നല്ല ചൂടെല്ലാം ആയതുകൊണ്ട്. പിന്നെ കുറേ ഫോട്ടോസും അതെല്ലാം എടുക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയാണ് നമ്മളെല്ലാവരും കൂടി പുറത്തിറങ്ങി. അവിടെ പിന്നെ ഫ്രണ്ട്സ്, ഫാമിലി ആരെല്ലാം ഉണ്ടായിരുന്നു, ആരെല്ലാം കണ്ട് അങ്ങനെ അവിടെ നിന്ന് പിന്നെ കുറേ വർത്തമാനം പറയാം. ഷോപ്പിംഗ് മോൾ തന്നെ ആയിരുന്നു എല്ലാവരും എന്താ പറയുക പോകാൻ തീരുമാനിച്ചത്. ഭയങ്കര ചൂടല്ലാണ്ട് അവിടെ തന്നെ കൂടാന്നുള്ളതിൽ അങ്ങനെ എല്ലാവരും പുറത്തുനിന്ന് തന്നെ കുറേ വർത്തമാനം പറയലും പിന്നെ അവിടെ നിന്ന് തന്നെ രാത്രി ഡിന്നറെല്ലാം കഴിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് പിസ്സ എല്ലാം കഴിച്ചു. പിന്നെ ശരിക്കും പറഞ്ഞാൽ പോയിട്ട് നന്നായിട്ട് ഉറങ്ങിയാൽ മതിയെന്നേ. കാരണം അതിൻ്റെ തലേന്നൊന്നും തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ലോണം ഉറങ്ങാനുള്ളൊരു മൂടായിരുന്നു എല്ലാവർക്കും, എനിക്കും അതെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ. പിറ്റേന്നേക്ക് പിന്നെ ഹസ്സിന് പനി വന്നിട്ട് കിടത്തായിരുന്നു. ഫുള്ള് എന്താ പറയുക പനിയും ചുമയെല്ലാം ആയിട്ട് അങ്ങനെ ഇന്നലെ ഫുള്ള് എന്താ പറയുക റെസ്റ്റിലായിരുന്നു. അപ്പോൾ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പെരുന്നാൾ വിശേഷമൊക്കെ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.